ശ്രീമദ് ഭാഗവതം ക്ലാസ് 177. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 8 23-ാമത്തെ അധ്യായമായിട്ട് മഹാബലിയുടെ സുതല ലോകഗമനമാണ്. മഹാബലിക്ക് സുതലത്തിലേക്കാണ് സ്ഥാനമനുവദിച്ചത്. സുതലം എന്ന് പറയുമ്പോൾ പാതാള ലോകമാണ്, ഭൂമിക്കടിയിലുള്ളതാണ്. ഭൂമിക്കടിയിൽ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലുള്ളതാണെങ്കിൽ മണ്ണ് മാറ്റി മാറ്റി നോക്കുമ്പോൾ, മണ്ണിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, ഭൂമിയിലെ മണ്ണെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കുമ്പോൾ നമ്മൾ കെമിസ്ട്രിയിലൂടെ കാണും ഒരു 7 ലോകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതായത് തന്മാത്രകളുണ്ട്, മിക്സ്ചറുണ്ട്, തന്മാത്രയുണ്ട്. തന്മാത്ര ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ടാണ്. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ നടുവിലൊരു ന്യൂക്ലിയസും അതിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റുകയാണ്. ആ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രധാനപ്പെട്ട പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ഉള്ളത്. അങ്ങനെ 7 സ്റ്റേജുകളായിട്ട് അതിൻ്റെ അകത്തുണ്ട്. അതാണ് 7 ലോകങ്ങളായിട്ട് പാതാള ലോകം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് മഹാബലിയുടെയും അസുരന്മാരുടെയും സ്ഥാനം. പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ ആ ബലം എന്താണെന്ന് നമുക്കറിയാം. ആ ന്യൂക്ലിയസ് പൊട്ടുമ്പോഴാണ് ന്യൂക്ലിയർ ബോംബ് ലോകം മുഴുവൻ നശിക്കുന്നത്. അപ്പോൾ ആ അകത്തുള്ള ശക്തിവിശേഷം, അവിടെയാണ് മഹാബലിയുടെ സ്ഥാനം. അത് പുറത്തും അങ്ങനെ തന്നെയാണ് സ്ട്രക്ചർ, അകത്തും അങ്ങനെ തന്നെയാണ് സ്ട്രക്ചർ. ഭൂമിക്കടിയിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ടാണ്, നടുവിൽ ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോണും ചുറ്റുന്നത്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഭൂമിക്ക് മുകളിലുള്ള സ്വർഗത്തിലുള്ളത്. സൂര്യനും അതിന് ചുറ്റും കുറേ ഗോളങ്ങൾ ചുറ്റുന്നു. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണ്. കാരണം അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഘടന വളരെ നീറ്റാണ്. കാരണം ചുറ്റുന്ന ഇലക്ട്രോണെല്ലാം ഒരേ ഷേപ്പിലാണ്. അതിന് ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം അതിൻ്റെ അകത്താണ് കയറി വരുന്നത്. അത്രയും ഇലക്ട്രോണിൻ്റെ നിയമങ്ങളെല്ലാം വളരെ മഹത്തരമാണ്. എന്നാൽ പുറത്തുള്ള പ്രപഞ്ചത്തിൻ്റെ ആണെങ്കിലും ഓരോ ഗോളങ്ങളും, ഇപ്പോൾ സൂര്യന് ചുറ്റുന്ന ഗോളങ്ങളെല്ലാം പലതും പല വലുപ്പത്തിലെല്ലാം ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അത്ര നല്ലതൊന്നുമല്ല. ഏറ്റവും നീറ്റായിട്ടുള്ള സ്ട്രക്ചർ ഈ പാതാള ലോകത്തിലാണ്. അവിടെയാണ് മഹാബലിക്ക് സ്ഥാനം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 ശ്രീസുഖൻ പറയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കതിലേക്ക് വരാം. 1 ശ്രീസുഖൻ പറയുകയാണ്, ഇപ്രകാരം അരുളി ചെയ്ത ശേഷം വാമനനോട് മഹാബലി 2 കൈകളും കൂപ്പിക്കൊണ്ടും കണ്ണു നിറഞ്ഞുകൊണ്ടും ഇതറിക്കൊണ്ടും പറഞ്ഞു. 2 ശരണാഗതരുടെ കാര്യങ്ങളെ നിറവേറ്റുന്നതിൽ അങ്ങ് ജാഗരൂകനായിരിക്കുന്നു. അങ്ങേ ആശ്രയിക്കുന്നവരുടെ എല്ലാം കാര്യം സാധിപ്പിക്കുന്നതിൽ അങ്ങ് ജാഗരൂകനാണ്. ഇന്ദ്രാദി ദേവകന്മാർക്ക് കൂടി മുമ്പൊരിക്കലും ലഭിക്കാത്ത, ഇന്ദ്രാദി ദേവകൾക്ക് പോലും ലഭിക്കാത്ത നിൻ തിരുവടിയുടെ കൃപാകടാക്ഷം. അപ്പം ഇന്ദ്രാദി ദേവകൾക്ക് പോലും ലഭിക്കാത്ത ഒരവസരമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? മഹാബലിക്ക് കൊടുത്തിരിക്കുന്നത്. അധമനായ ഈ അസുരനിൽ അർപ്പിക്കപ്പെട്ടു. അത് അതിശയം തന്നെ.
അപ്പം തോന്നുമ്പോൾ മോശമാണ് ചെയ്തതെന്നെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പ്രപഞ്ച രഹസ്യമാണ്. സയൻസ് കെമിസ്ട്രിയിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ആറ്റങ്ങൾ ചുറ്റേണ്ടത് ഇലക്ട്രോഡുകൾ ആറ്റങ്ങളെ ചുറ്റേണ്ടതും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റേണ്ടതും വ്യത്യസ്തമായ ആകർഷണ ഫലങ്ങൾ ഉളവാകുന്ന തരത്തിലായിരിക്കണം. അതായത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കണം. ചിലപ്പോൾ സൂര്യനോട് അടുക്കുകയും വേണം, ചിലപ്പോൾ അകലെയും വേണം. അതിനനുസരിച്ച് ചൂട് കൂടിയും കുറയും ചെയ്യുന്നതനുസരിച്ചാണ് സീസൺസ് ഉണ്ടാകുന്നത്, ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അവിടെ സോഷ്യലിസം നടപ്പാക്കിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ ആ തക്കവണ്ണം സൂര്യന് ചുറ്റും ഒരേ വട്ടത്തിൽ അകല വ്യത്യാസമില്ലാതെ ചുറ്റിക്കഴിഞ്ഞാൽ പ്രപഞ്ചമുണ്ടാവില്ല. അപ്പം വാമനൻ സോഷ്യലിസത്തിന് ചിന്തിക്കുന്നു പറയാൻ കാരണം എല്ലാവരെയും തുല്യമായി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. എപ്പോഴും വട്ടത്തിൽ തന്നെ കറങ്ങണമെന്ന് വാശി പിടിക്കുന്നു. പക്ഷേ വിഷ്ണുവിന് അതുപോലെ അപ്പോൾ ഉച്ചനീചത്വങ്ങളുണ്ടാകും. ചിലവര് ശക്തി കൂടും, ചിലവര് ശക്തി കുറയും. പാണ്ഡവരുണ്ടാവും, കൗരവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അധർമ്മങ്ങളുണ്ടാകും, അധർമ്മികൾ നാട്ടിൽ വരും. അപ്പോഴും വിഷ്ണു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നോക്കിക്കോളാം. അധർമ്മികൾ വരുമ്പോൾ ഞാൻ അവരെയെല്ലാം അടിച്ചൊതുക്കിക്കോളാം. അതും അപ്പോൾ ജനം തുല്യമാകണ്ട എന്നല്ല വിഷ്ണുവിന്. ജനങ്ങളുണ്ടാകേണ്ട ഇതിൽ ഇങ്ങനെ ചുറ്റിയേ പറ്റും. പക്ഷേ ഇങ്ങനെ ചുറ്റുമ്പോഴുള്ള കുഴപ്പം ഈ ഉച്ചനീചത്വങ്ങളെല്ലാം ഉണ്ടാവും, അധർമ്മങ്ങളുണ്ടാവും. കാരണം വേരി ചെയ്യുകയാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം. അപ്പം മനുഷ്യരിലുള്ള ചിന്താഗതികളിലും ഈ ഏറ്റക്കുറച്ചിലും ഉന്നതി താഴ്ച എല്ലാം ഉണ്ടാവും. അപ്പോൾ അധർമ്മം പെരുകുമ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം, അതാത് കാലഘട്ടങ്ങളിൽ വന്നിട്ട് അതിനെ ഞാൻ തച്ചുടച്ചോളാം. എന്നിട്ട് വിഷ്ണു കൊണ്ടുപോകുന്ന എവിടത്തേക്കാണ്? സുന്ദരമായ വസുദേവ കുടുംബത്തെ തന്നെയാണ്. മഹാബലി വിഭാവനം ചെയ്ത ലോകത്തിലേക്കാണ് വിഷ്ണു കൊണ്ടുപോകാൻ പോകുന്നത്. സുന്ദരമായ ഒരു ലോകം, വസുദേവ ലോകം. എപ്പോഴ്? 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ലോകം എത്താൻ പോകുന്നത് ഒരു സുന്ദരമായ ലോകമായിരിക്കും. ആള് കുറവേ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ തമ്മിൽ തല്ലി കുറേ മരിക്കുമായിരിക്കും. പക്ഷേ അന്ന് നിലനിൽപ്പിന് വേണ്ടി ലോകം ഒരൊറ്റ മനസ്സായിട്ട് ശേഷിക്കുന്നവർ നിലനിൽക്കും. അത് അവിടെ ജാതിമത ചിന്തകൾ ഉണ്ടാവില്ല, ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവില്ല, സാമ്പത്തികമായ വേർപാടുകൾ ഉണ്ടാവില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അന്നത്തെ പോലെ ഒരു സുന്ദരമായ ലോകം, എല്ലാ ജ്ഞാനവും തികഞ്ഞ ഒരു ലോകം. അപ്പം അവിടത്തേക്ക് തന്നെയാണ് മഹാബലി വിഭാവനം ചെയ്ത ലോകത്തിലേക്ക് തന്നെയാണ് വാമനൻ കൊണ്ടുപോകുന്നത്. നമ്മൾ വാമനനെ പിന്തിരിപ്പൻ നല്ല പറഞ്ഞ് ആണ് നമ്മൾ കാണുന്നത്. മഹാബലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മഹാബലിന്റെ തത്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകം പോലും ഉണ്ടാവില്ല. അതുപോലെ ലോകം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ വേണം. പക്ഷേ ഏറ്റുമുട്ടലിലൂടെയാണ് അവസാനം സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ പോകുന്നത്. ആര് ചിന്തിച്ചതുപോലെ, മഹാബലി ചിന്തിച്ച പോലെ തന്നെയുള്ള ഒരു ലോകം അവസാനം ഉണ്ടാക്കിയെടുക്കും. ഇനി 3 ശുഗം പറയുകയാണ്. ഇപ്രകാരം ബന്ധനത്തിൽ നിന്നും മുക്തനായ മഹാബലി ശ്രീഹരിയെയും ശിവനെയും ബ്രഹ്മാവിനെയും നമസ്കരിച്ച് അസുരന്മാരോടൊത്ത് സുതലത്തിലേക്ക് പോയി. പിന്നെ സുതലത്തിലാണ് മഹാബലി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ വിഷ്ണു ഭക്തൻ ദേവേന്ദ്രന് സ്വർഗലോകത്തെ വീണ്ടെടുത്തു കൊടുത്തുകൊണ്ട് അതിഥിയുടെ ആഗ്രഹം നിറവേറ്റി. അങ്ങനെ സ്വർഗലോകം എടുത്ത് ഇന്ദ്രന് കൊടുത്തു, അതിഥിയുടെ ആഗ്രഹവും നിറവേറ്റി. 5 വംശത്തിനു താങ്ങായ ബലിയെ, ആ വംശം അസുരവംശത്തിൻ്റെ താങ്ങായിരിക്കുന്ന ശക്തിയാണ് മഹാബലി, ബന്ധന വിമുക്തനായും ഭഗവാന്റെ പ്രസാദം സിദ്ധിച്ചവനായും കണ്ട പ്രഹ്ലാദൻ പറഞ്ഞു. പ്രഹ്ലാദന് സന്തോഷമായി. 6 നിൻ തിരുവടിയുടെ അനുഗ്രഹം ബ്രഹ്മദേവൻ പോലും നേടുന്നതല്ല. ഇത്തരത്തിലുള്ളൊരു അനുഗ്രഹം ബ്രഹ്മദേവന് പോലും നേടിയിട്ടില്ല, ലക്ഷ്മി ദേവിക്കും നേടിയിട്ടില്ല, രുദ്രനും കിട്ടിയിട്ടില്ല.
പിന്നെ മറ്റുള്ള ദേവന്മാരുടെ കാര്യം പറയണം. അപ്പോൾ ഇവിടെ നിൻ തിരുവടിയുടെ അനുഗ്രഹം ഇവിടെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് കാര്യം പ്രത്യേകം ഓർക്കണം. ഭാഗവതം പറയുമ്പോൾ നമ്മളതിനെ കീഴോട്ട് കൊണ്ടുവന്നിട്ട് കൃഷ്ണനിലേക്ക് എത്തിയിട്ട് രാധേയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ കാര്യമൊന്നും ഇവിടെ പറയുന്നേ ഇല്ല, പറയുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു ഇപ്പോഴാണ് പറയുന്ന മുഴുവൻ ശ്രീഹരിയെയാണ്. പക്ഷെ ഈ പറയുന്നതെല്ലാം എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ആ ശക്തിയിലാണ്. അല്ലാതെ വിഷ്ണു ബ്രഹ്മാവ് എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം തുല്യ 3 ശക്തികളാണ്. ഇവിടെ എല്ലാം പോകുന്നത് ശ്രീഹരിയിലേക്കാണ്. അപ്പൊ ഇവിടെ വിഷ്ണു, പക്ഷേ ഈ ലെവലിൽ എത്തുമ്പോൾ, ഭാഗവതത്തിന്റെ അവസാന സ്റ്റേജ് എത്തുമ്പോഴേക്കെങ്കിലും നമ്മൾ ഏത് ലെവലിലേക്ക് ഉയരണം? വിഷ്ണു എന്ന് പറയുമ്പോഴും പ്രമോദ് എന്ന് പറയുമ്പോഴും അങ്ങ് ബ്രഹ്മമാണ് ആ ശക്തി എന്ന നിലയിലേക്ക് നമ്മളെ ചിന്ത പോകണം. ഏകമായ ഈശ്വരൻ, പരമമായ ശക്തി, അതാണ് പ്രമോദായതും കേൾക്കുന്ന നമ്മളായതും എല്ലാമായി മാറിയതും. ആ ലെവലിൽ നമ്മൾ ഉയർന്നുകൊണ്ടാണ് ഇവിടെ വിഷ്ണുവിനെ കാണേണ്ടത്. അപ്പം നിൻ തിരുവടിയുടെ അനുഗ്രഹം ബ്രഹ്മദേവന് പോലും നേടുന്നതല്ല. അപ്പൊ ഇത് ഏത് ലെവലിലുള്ളതാണ്? ആ ഏകമായ ഈശ്വരൻ ശ്രീഹരി. ലക്ഷ്മി ദേവിയും നേടുന്നതല്ല, രുദ്രനും നേടുന്നതല്ല. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണോ? കാരണം സകല ലോക വന്ദ്യന്മാരും വന്ദിക്കുന്ന നിൻ തിരുവടി അസുരരായ ഞങ്ങളുടെ കോട്ട കാവൽക്കാരായി ഭവിച്ചിരിക്കുന്നു. അസുരരായ നമ്മുടെ ലോകം മുഴുവൻ വന്ദിക്കുന്ന ആ ശക്തിവിശേഷം അതാരാണ്? വേണമെങ്കിൽ വിഷ്ണുവായിട്ട് എടുക്കാം. വിഷ്ണുവാണ് അവിടെ. കാരണം സംരക്ഷണ, സൃഷ്ടിസ്ഥിതി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആറ്റങ്ങളെ അടക്കം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ട ഉത്തരവാദിത്തം വിഷ്ണുവിനുണ്ട്. ആ നിലയിൽ വേടിക്കും വിഷ്ണുവായിട്ടും എടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന് പോലെ സിദ്ധിക്കാതെ എന്നെല്ലാം പറയുമ്പോൾ എവിടത്തേക്ക് എത്തണം? ശ്രീഹരിയിലേക്ക് എത്തണം. ഞങ്ങളുടെ കോട്ട കാവൽക്കാരനായി ഭവിച്ചിരിക്കുന്നു. ഏതാണ് ഈ കോട്ട? ആറ്റം. ആറ്റത്തിൻ്റെ കേന്ദ്രത്തിലേക്കാണ് ഈ മഹാബലിയും പാർട്ടികളും എല്ലാം പോയി നിന്നിരിക്കുന്നത്. ആറ്റം എന്നത് നമുക്കറിയാം, നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റിക്കുന്നുണ്ട്. ഇലക്ട്രോണുകളാണ് ഏറ്റവും ചെറുതായിട്ട് സ്റ്റേബിളായിട്ടുള്ള പാർട്ടികൾ. അതിൽ ചെറുതുണ്ട്, പക്ഷെ പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രോണാണ്. ഇതൊരു കോട്ടക്ക് സമാനമാണ്. നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും കുറേ ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റിലെല്ലാം ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പം ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് കയറണ്ടെങ്കിൽ ചെറിയ സാധനത്തിനേ കയറാൻ പറ്റുള്ളൂ. ആ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കൾക്കും ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞത് സംഭവ്യമല്ല. കാരണം അത് അത്രയും ചെറിയതാണ്. അതിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതിൻ്റെ അകത്ത് പിന്നെ അതിൽ നിന്നുണ്ടായ വലിയ സാധ്യതകൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയ കോട്ടയാണ് ആറ്റം എന്ന് പറയുന്നത്. ഇനി കയറണ്ടെങ്കിൽ അത്രയും ചെറിയ, അതിലും ചെറിയതോ അല്ലെങ്കിൽ അതായത് ഇലക്ട്രോൺ പോലെയുള്ളതിന് അതിൻ്റെ അകത്ത് കയറാം. പക്ഷേ ഇലക്ട്രോൺ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഇലക്ട്രോണുകൾ ചുറ്റുന്നുണ്ട്, റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണും കയറാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ അകത്ത് ആർക്കും കയറാൻ പറ്റില്ല. കയറാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ബോംബാർഡ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില കണങ്ങളെ, സാധാരണ ന്യൂട്രലായിട്ടുള്ള കണങ്ങൾ, ന്യൂട്രോൺ, ഇത്തരം കണങ്ങളെ, കാരണം അതിനപ്പോൾ ആകർഷണമൊന്നും വരുന്നില്ല, എന്തുവേണം? ശക്തിയിൽ ഇടിച്ച് കയറ്റണം അതിൻ്റെ അകത്തേക്ക്, ന്യൂക്ലിയസിലേക്ക്. ഇതാണ് ആറ്റം എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഇങ്ങനെ വളരെ കിട്ടിയായിട്ട് ഒരു കോട്ട മാതിരിയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മളെ മഹാബലിയെല്ലാം അസുരന്മാരെല്ലാം കിടക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു വഴിയുമില്ല. ഇലക്ട്രോണിന് പോലും കയറാൻ പറ്റില്ല. ഏറ്റവും ചെറുത് ഇലക്ട്രോൺ ആണല്ലോ, അതുപോലും കയറാൻ പറ്റില്ല. അപ്പം അതിലും
പക്ഷേ ചാർജ് ഉള്ളതുകൊണ്ടാണ് അത് കയറാതെ. പിന്നെ ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോണിനെ ഇടിച്ച് ഇതിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആറ്റം ബോംബെല്ലാം ഉണ്ടായല്ലോ, ഹിരോഷിമ നാഗസാക്കിയിട്ടെല്ലാം. അതിൻ്റെ അകത്തുള്ള ചേരിയാലുള്ള അവസ്ഥ ചിന്തിച്ചാൽ മതി. അതാണ് ന്യൂക്ലിയർ ബോംബായിട്ടെല്ലാം പൊട്ടിത്തെറിക്കുന്നത്, ലോകത്തെ തന്നെ കരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, അത് എത്ര പ്രൊട്ടക്റ്റോട് കൂടിയാണ് മഹാബലി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവൻ നമുക്ക് പുറത്തുള്ള അതേമാതിരിയുള്ളതാണ് സൗരയൂഥ സിസ്റ്റങ്ങളെല്ലാം, അവിടെയെല്ലാം നമുക്ക് ഗ്രഹങ്ങളിലെല്ലാം പോകാം. പക്ഷെ ഇതിൻ്റെ അടുത്തടുക്കാൻ പറ്റില്ല. അപ്പം ഇവർ സയൻസിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. നമ്മളിതേ ദിവസത്തിലെ വിഷ്ണു മറ്റേ കിരീടമെല്ലാം വെച്ചിട്ട് മഹാബലി ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്നു, അസുരന്മാരെല്ലാം എന്നിട്ട് അങ്ങനെ ചിരിക്കുന്നു, വിഷ്ണു കോട്ടേൻ്റെ പുറത്ത് കാവൽക്കാരനായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ വിഷ്ണു ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോട്ട തന്നെ വിഷ്ണുവിൻ്റെ സംഭാവനയാണ്. അത്രയും സുരക്ഷിതമായ ഒരു സെറ്റപ്പിലാണ് ആര് ഇരുത്തിയിരിക്കുന്നത്? മഹാബലിയെല്ലാം ഇരുത്തിയിരിക്കുന്നത്. ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള സംഗതിയാണ് ഈ ന്യൂക്ലിയർ ബോംബ്. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതും ഇതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്താണ് ആരിയിരിക്കുന്നത്? മഹാബലിയും എല്ലാം ഇരിക്കുന്ന. അവിടെ എന്തിട്ട് ഞങ്ങളുടെ കോട്ട കാവൽക്കാരനായി ഭവിച്ചിരിക്കുന്നു. പറയുമ്പോൾ ഇങ്ങനെയെല്ലാം കഥയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വിഷ്ണു. പക്ഷെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിശ്വകർമാവിനെ കൊണ്ട് വിഷ്ണു അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് ആരെ ഇരുത്തിയിരിക്കുന്നത്? മഹാബലിയെ ഇരുത്തിയിരിക്കുന്നത്. ഇനി 7 ആശ്രയിക്കുന്നവർ ഏതൊരാളുടെ പാദകമലത്തിലെ പൂന്തേ നുകരുന്നുവോ ആ ബ്രഹ്മദേവൻ അടക്കം അഷ്ടൈശ്വര്യങ്ങൾ അനുഭവിക്കുന്നു. ബ്രഹ്മദേവൻ അടക്കം ആരെയാണ് ആശ്രയിക്കുന്നത്? ഈ വിഷ്ണുവിനെയാണ്. അവിടെ വിഷ്ണു അല്ല ആശ്രയിക്കുന്നത്, വിഷ്ണു തുല്യത്തിലാണ് കാണുന്നത്. അല്ല ബ്രഹ്മാവിഷ്ണുവിനെ അവിടെ ആശ്രയിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ശ്രീഹരിയാണ്. ഉയർന്ന നിലയിൽ ചിന്തിക്കണം. ആ ബ്രഹ്മദേവനടക്കം അഷ്ടൈശ്വര്യ സിദ്ധിയെല്ലാം ലഭിച്ചിരിക്കുന്ന ആരെ ആശ്രയിച്ചിട്ടാണ്? ഈ ശ്രീഹരിയെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ദുർവൃത്തരായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ലഭിച്ചു എന്നാണ്. അപ്പോൾ അവരെക്കാട്ടി ഉയർന്ന സ്ഥാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് അതിശയിക്കുന്ന ആര്? പ്രഹ്ലാദൻ. 8 അനിർവചനീയമായ യോഗമായും. യോഗമായല്ലേ ഇതിൽ നിന്നാണ് വന്നത്? സൃഷ്ടിശക്തിയിൽ നിന്നാണ്, ശ്രീഹരിയിൽ നിന്നാണ്. വിളയാട്ടത്താൽ ഉണ്ടായ ഭുവനങ്ങളോടുകൂടിയവനും അനിർവചനീയമായ നിർവചിക്കാൻ കഴിയാത്ത യോഗമായയുടെ വിളയാട്ടത്താൽ ഉണ്ടായ ഈ ഭുവനങ്ങൾ അത്രയും, ഈ 14 ലോകങ്ങളും സർവജ്ഞനും സർവനിയന്താവും സമദർശിയും എല്ലാവരെയും ഒരേപോലെ കാണുന്നവനും ആയ നിൻ തിരുവടിയുടെ സ്വഭാവം, അങ്ങയുടെ സ്വഭാവം വിലക്ഷണമത്രേ. ആ സ്വഭാവത്തിന് ഇന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചേഷ്ടകൾ അത്ഭുതകരമത്ര. ആ ചേഷ്ടകളിൽ അത്ഭുതമാണ്. എന്താണ് കാട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിൻ തിരുവടി കൽപ്പവൃക്ഷത്തിൻ്റെ സ്വഭാവത്തോടുകൂടി, കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം നൽകുന്ന ഒരു ആ അവസ്ഥയിലാണ് ഉള്ളത്. ഭക്തരിൽ പ്രീതിയുള്ളവനായി ഭവിക്കുന്നു. ഭക്തരോട് പ്രീതിയുള്ളവനായിട്ടാണ് അങ്ങ് ഭവിക്കുന്നത്. അപ്പോൾ 9 ഭഗവാൻ പറയുകയാണ്,
മകനെ പ്രഹ്ലാദ, നിനക്ക് മംഗളം, സുതലത്തിലേക്ക് പോവുക, നീ അവിടെ പോയിട്ട് സുഖമായിട്ട് താമസിച്ചോ. സ്വന്തം പേരമകനോടുകൂടി ഉറ്റവരോടുമൊത്ത് സുഖമായി വസിക്കുക. അവിടെ എപ്പോഴും ഗദാപാണിയായി നിൽക്കുന്നത് നീ കാണുക. ഇത് കാണുമ്പോഴാണ് നമുക്ക് കഥയിൽ വരുമ്പോൾ നമ്മളെങ്ങനെ പറയും, ഗദയും പിടിച്ചിട്ട് മഹാബലിക്ക് ആര് കാവൽ നിൽക്കുന്നു? വിഷ്ണു കാവൽ നിൽക്കുന്നു, ആ ശ്രീഹരി കാവൽ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുവാണ്, അല്ലെ ആ ശ്രീഹരിയാണ്. നമ്മളെ ഹൃദയത്തിലും ഇരുന്നിട്ട് കാവലായിട്ട് നിൽക്കുന്നുണ്ട് ആ ശക്തി വിശേഷം. മഹാബലിക്ക് മാത്രമൊന്നുമല്ല, നമ്മളെ കോട്ടയായ ഹൃദയമല്ല ഓരോ അണുവിലും ആ ശക്തി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശാല അതുണ്ടാക്കിയ ലോകമാണിത്. മഹാബലിയെ സൃഷ്ടിച്ചതും അതാണ്, ആറ്റത്തെ സൃഷ്ടിച്ചതും അതാണ്, നമ്മളെ സൃഷ്ടിച്ചതും അത് തന്നെയാണ്. അപ്പം നമ്മളെ ജോലി കഴിയുന്നവരെ, നമുക്ക് മരണസമയം എത്തുന്നത് വരെ സംരക്ഷിക്കുകയാണ് വിഷ്ണുവിൻ്റെ ജോലി. അപ്പം വിഷ്ണുവിനെ തന്നെ ഏറ്റെടുത്താലും നമ്മളെ കാവൽക്കാരനായിട്ട് ഗതിയും പിടിച്ച് നിൽക്കുകയാണ്. ആ അർത്ഥത്തിലെടുക്കണം. കാരണം അദ്ദേഹം സൃഷ്ടിച്ചതാണ് ഞാൻ. അപ്പോൾ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് അതിൻ്റെ ആവശ്യം? എന്നെ ഉണ്ടാക്കിയതിന് തന്നെ കുറേയൊക്കെ ജോലി ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ എനിക്കെന്തോ സംഭവിക്കുന്നതിന് ഇതുമായിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ കാണണം. അല്ലാതെ ഇവിടെ പറയുന്ന മാതിരി എടുത്തു കഴിഞ്ഞാൽ സിനിമയിലെല്ലാം അവതരിപ്പിക്കുമ്പോൾ മഹാബലിയും ശിഷ്യന്മാരും അകത്ത് ഇങ്ങനെ നിൽക്കുന്ന കട്ടാവെ അവിടെ ഇരുന്നിട്ട് ഗതിയും പിടിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് പരിഹസിക്കും. ഇത് അജ്ഞാനികൾ, ശരിയായ വേദങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ. അപ്പോൾ എന്തു പറയാണ്, അവിടെ എപ്പോഴും ഉണ്ട്, നമ്മളെ ഹൃദയത്തിലുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി. ഗദാപാണിയായി നിൽക്കുന്നത് നീ കാണുക. നിനക്ക് അവിടെ നിൽക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണാം ഞാനവിടെ ഗദയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ദർശനത്തോടുകൂടി ധ്വംസിക്കപ്പെട്ട കർമ്മബന്ധത്തോടു കൂടിയവനായി ഭവിക്കും. അതോടുകൂടി നിനക്ക് എന്ത് പറ്റും? നിന്റെ കർമ്മബന്ധങ്ങളെല്ലാം ഞാൻ, ബന്ധുക്കൾ എന്ന എല്ലാ ചിന്താഗതികളും നിന്നിൽ നിന്ന് ഇല്ലാതാകും. 11 നിർമ്മല ബുദ്ധിയോടുകൂടിയ പ്രഹ്ലാദൻ അങ്ങനെ യാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പ്രദക്ഷിണം വെച്ചു. പിന്നെ ബലിയോടൊത്ത് സുതലത്തിലേക്ക് പോയി. 13 അനന്തരം ശ്രീനാരായണ വേദവാദികളായ ഋത്തിക്കുകളും സദസ്സിൻ്റെ മധ്യത്തിൽ സമീപത്തായി നിൽക്കുന്ന ശുക്രാചാര്യനോട് പറഞ്ഞു. ആര്? ശ്രീനാരായണ. വേദവാദികളായ ഋത്തിക്കുകളോടെല്ലാം ഒന്നിച്ച് സദസ്സിൽ നിൽക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെയുണ്ട് ആര്? ശുക്രാചാര്യർ. അവൻ ശുക്രാചാര്യരോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, യജ്ഞകർമ്മം വിസ്തരിച്ചു ചെയ്തു തീർത്ത അങ്ങയുടെ ശിഷ്യന് യാതൊരു വിടവ് ന്യൂനത സംഭവിച്ചവോ അത് നികത്തിയാൽ. കാരണം അങ്ങേരുടെ ശിഷ്യ യജ്ഞം നടത്തിയല്ലോ, എന്തിനോ വേണ്ടിയിട്ട് അശ്വമേധയാഗം അങ്ങേരെല്ലാം നേടിയിട്ട് പോയി. എന്നാലും യജ്ഞം പകുതിക്ക് മുറിഞ്ഞിട്ടുണ്ട്, ഗുരു അവിടെ നിട്ടെറിഞ്ഞ് പോയിട്ടുണ്ട്, ആകെ കുളമായിരിക്കുകയാണ്. അപ്പോൾ ലോകകാര്യങ്ങളും മുറ പോലെ നടക്കണം. അല്ലാതെ ഒരുത്തം പോയി എന്ന് വെച്ചിട്ട് അവിടെ പകുതി ഇട്ടിക്കിട്ടിട്ട് കാര്യം പോകാൻ പാടില്ല. ഒരാൾ യാഗം നടത്തുകയാണ്. യാഗം നടത്തുമ്പോൾ അയാൾ കുറേ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് യാഗം നടത്തുന്നത്. എന്ത് യാഗമോ ആകട്ടെ, വീട് വെപ്പോ പോലെ ആകട്ടെ, അയാൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജോലിയാണത്. അല്ല അവൻ പോയല്ല, എന്നാൽ പിന്നെ വീട് കിടക്കട്ടെ നല്ല പോകേണ്ടത്. ലോകം മുന്നോട്ടേക്ക് പോകണം. അപ്പം ശുക്രാചാര്യോട് പോലെ അങ്ങേര് പോയിട്ടുണ്ട്, അങ്ങേരവിടെ പോയിക്കോട്ടെ, നിങ്ങൾ ബാക്കി എന്തുണ്ട്? ആ യജ്ഞം അവിടെ പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്, അത് പൂർത്തീകരിക്കുക. എന്നിട്ടെന്ന് പറയുന്നു, അത് നികത്തിയാലും കർമ്മത്തിൽ ഉണ്ടാകുന്ന ന്യൂനത, കർമ്മങ്ങളിൽ ചിലപ്പോൾ ചെയ്യുമ്പോഴെല്ലാം ബ്രാഹ്മണന്റെ ദർശനത്തിലൂടെ തന്നെ ആ ന്യൂനതയെല്ലാം ഇല്ലാതാകും. അത് ബുദ്ധിമാന്മാരായ ആൾക്കാരുടെ സഹായത്താൽ, ബുദ്ധിമാന്മാരായ ആൾക്കാരാണെങ്കിൽ ഒരു യജ്ഞത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ ദർശനത്തിലോടുകൂടി തന്നെ അതില്ലാതാകും.
അവരെന്ത് ചെയ്യും? ഉടനെ ആ യജ്ഞം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ലോകത്തിൽ ആര് മരിച്ചാലും ഇപ്പോൾ വലിയ പൊസിഷനിലുള്ള എടുത്ത ചത്താലും ബുദ്ധിമാന്മാരായ ആൾക്കാർ ആ സ്ഥാനം ന്യൂനത, അതിൻ്റെ ശേഷമുള്ള ന്യൂനതകൾ പരിഹരിക്കും. അതുകൊണ്ട് ഇവിടെ ശുക്രാചാര്യരുണ്ട്, ബുദ്ധിമാനായ ബ്രാഹ്മണനുണ്ട്. അപ്പം അങ്ങൊന്ന് നോക്കിയാൽ തന്നെ എന്താവും? ആ പ്രശ്നമെല്ലാം തീരും. അപ്പം 15 ശുക്രാചാര്യ പറയുകയാണ്, കർമ്മപ്രവർത്തനവും യജ്ഞ ഫലദാതാവും. എല്ലാ കർമ്മത്തിൻ്റെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന അങ്ങാണ്. യജ്ഞഫലദാവ്, യജ്ഞത്തിന് ഫലം നൽകുന്നതും അങ്ങാണ്. യജ്ഞമൂർത്തിയാണ് അങ്ങ്, എല്ലാ യജ്ഞങ്ങളുടെയും മൂർത്തി അങ്ങാണ്. നിന്തൊരുവടി യാതൊരുവന്റെ കർമ്മത്തിൽ സമർപ്പിതനായിരിക്കുന്നു. അതായത് ആരാണ് യജ്ഞം നടത്തിയത്? മഹാബലി. അതിൽ സമർപ്പിതമായി, അങ്ങേർക്ക് തൃപ്തിയായി. എന്നിട്ട് അങ്ങനെ അങ്ങ് മുകളിലേക്ക് വിടുകയും ചെയ്തു, യജ്ഞവും ചെയ്തിട്ട് പോയി. ആ ബലിയുടെ കർമ്മത്തിന് പിന്നെ എങ്ങനെയാണ് അസമത്വ വൈകല്യം ഉണ്ടാകുന്നത്? കർമ്മമെല്ലാം അങ്ങനെ പൂർത്തിയായോണ്ടല്ലേ പോയിരിക്കുന്നത്. കർമ്മം പൂർത്തിയാകാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങേ തന്നെയാണ് യജ്ഞം നടത്തുന്നതും എല്ലാ ഫലം നൽകുന്നതും എല്ലാം ഫലം നൽകുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് അതിൽ അസമത്വം ഉണ്ടാകുന്നത്? അസമത്വമൊന്നും ഇല്ല. 16 എവിടെയാ സംഭവിക്കേണ്ടത്? മന്ത്ര, തന്ത്ര, സ്ഥല, സമയ, പാത്ര, ഉപയുക്തങ്ങൾ. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നോളജി, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഏത് സ്ഥലത്ത് വെച്ച് എപ്പോഴ്, ഏത് പാത്രം എന്ന് പറഞ്ഞാൽ യജ്ഞം നടത്തുന്ന സ്ഥലം, ഉപയുക്തങ്ങൾ എന്നിവയെല്ലാമാണ് ഉണ്ടാകുന്ന ന്യൂനത നിന്തിരുവടിയുടെ നാമോച്ചാരണം തന്നെ ഇല്ലാതാക്കും. അതിനെന്ത് ന്യൂനത ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഏതിലെങ്കിലും മന്ത്രത്തിലോ തന്ത്രത്തിലോ സ്ഥലത്തിലോ സമയത്തിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ നാമം ഉച്ചരിച്ചാൽ തന്നെ അതെല്ലാം ശരിയാകും. എന്നിരിക്കലും അദ്ദേഹത്തെ ഒന്ന് പ്രശംസിക്കുകയാണ്. 17 എന്നിരിക്കലും നിന്തിരുവടിയുടെ കൽപ്പന പ്രകാരം, അങ്ങ് പറയുന്നത് പ്രകാരം നിർവഹിച്ച് ഞാൻ കൊള്ളാം, ഞാനത് ചെയ്തോളാം. നിന്തിരുവടിയുടെ കൽപ്പന നിർവഹിക്കുക മാത്രമേ ജനങ്ങൾക്ക് കരണീയമായിട്ടുള്ളൂ, ശ്രേയസ്കരമായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്തിനാണോ സൃഷ്ടിച്ചത് ആ കർമ്മം ചെയ്തു കൊടുക്കുകയാണ് നമ്മളുടെ ജോലി. അതിൽ ശരിയും തെറ്റൊന്നും നോക്കണ്ട, ചെയ്തങ്ങ് കൊടുത്തേക്കുക. അതിൽ ശരിയും തെറ്റൊന്നും ഈശ്വരൻ നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അതിൽ അത് വേണോ വേണ്ടെന്നൊന്നുമുള്ള കാര്യമൊന്നുമില്ല, ചെയ്തു കൊടുത്തേക്കുക. എന്തോ ആകട്ടെ എല്ലാം അതിനു വേണ്ടി ചെയ്തു കൊടുക്കുക. പണ്ട് ശുക്ര മഹർഷി ഇപ്രകാരം വാമനന്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെയും ഋഷിമാരുടെയും കൂടി മഹാബലിയുടെ യാഗകർമ്മങ്ങളിലെ ന്യൂനതകൾ പരിഹരിച്ചു. ഇനി 19 ഇങ്ങനെ മഹാവിഷ്ണുവായ വാമനമൂർത്തി ബലിയുടെ അടുക്കൽ നിന്ന് ഭൂമിയെ യാചിച്ചിട്ട് തട്ടിയെടുത്ത ശേഷം സ്വർഗലോകത്തെ തട്ടിയെടുത്തതിന് ശേഷം ആർക്ക് കൊടുത്തു? ഇന്ദ്രന് കൊടുത്തു. ഇനി 20-21 ബ്രഹ്മാവന്തി എന്ന് വെച്ചാൽ ദേവന്മാരെ, പൃഥുക്കള്, മനുക്കള്, ദക്ഷൻ, ഭൃഗു, അംഗീരസ്, സനാദികള്, ശ്രീരുദ്രൻ എന്നിവരോടുകൂടി കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും സംതൃപ്തിക്കായിട്ട് ജീവരാശികളുടെ യോഗക്ഷേമത്തിനായും ലോകങ്ങളുടെയും ലോകപാരകളുടെയും പരിപാലകനുമായിട്ട് വാമനനെ വാഴിച്ചു. ഇവരെ എല്ലാം പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ബ്രഹ്മാവ് ആരിൽ തീരുമാനിച്ചു? വാമനാവതാരത്തിന് നിശ്ചയിച്ചു. അപ്പം കഴിഞ്ഞതിൽ അത് പറഞ്ഞിട്ടുണ്ട്. മന്വന്തരങ്ങളിലും വാമനൻ്റെ പ്രാധാന്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും. അതിനെപ്പറ്റിയുള്ള പരാമർശമാണ്. ബ്രഹ്മാവ് വാമനനാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി 22-23
വേദങ്ങളുടെയും സകല ദേവന്മാരുടെയും ധർമ്മത്തിൻ്റെയും കീർത്തിയുടെയും സമ്പത്തിൻ്റെയും മംഗളങ്ങളുടെയും വ്രതങ്ങളുടെയും സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും രക്ഷിതാവെന്ന നിലയിൽ സർവസമർത്ഥനായ വാമനനെ സർവൈശ്വര്യ സിദ്ധിക്കു വേണ്ടി ഉപേന്ദ്രനായി വാഴിച്ചു. അദ്ദേഹമാണ് ഈ ലോകത്തെ മുഴുവൻ ഇനി ഇവരുടെയെല്ലാം മോശം എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാൻ പോകുന്നത്. ആര്? വാമനൻ. എന്നിട്ടോ 24, അനന്തരം ബ്രഹ്മാവിനാൽ വിശേഷിച്ച് അനുമോദിക്കപ്പെട്ട ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വാമനനെ മുന്നിലാക്കിക്കൊണ്ട്, ഈ വാമനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകപാലകരോടുകൂടെ ദേവയാന മാർഗത്തിലൂടെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പം വിഷ്ണുവിൻ്റെ ഈ വാമനന്റെ നേതൃത്വത്തിലാണ് ഇനി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നിൽ ഇന്ദ്രനും നിന്നുകൊണ്ടാണ്. ഇന്ദ്രൻ ഈ വിഷ്ണുവിൻ്റെ കീഴിൽ, വാമനന്റെ കീഴിൽ എന്ന നിലയിലാണ് വാമനാവതാരം. എന്നിട്ട് ദേവേന്ദ്രൻ 25 ദേവേന്ദ്രൻ 3 ലോകങ്ങളും കൈപ്പറ്റിയ ശേഷം, എന്നിട്ട് 3 ലോകത്തിൻ്റെ അധിപതിയായിട്ട് പുള്ളിയിരുന്നു. പക്ഷെ മുകളിൽ എല്ലാം കാത്തുകൊണ്ട് പ്രൊട്ടക്ഷനോടുകൂടി ആരുണ്ട്? വാമനനുണ്ട്. ഉപേന്ദ്ര പദാരൂഢനായി വാമനന്റെ വലം ഹസ്താവലംബത്താൽ സുരക്ഷിതനായിട്ട് അങ്ങേയറ്റത്തെ ഐശ്വര്യത്തോടു കൂടി എല്ലാ ഐശ്വര്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് നിർഭയനായി ഉല്ലസിച്ചു എന്ന് പറയുകയാണ്. അദ്ദേഹം വളരെ സുഖമായിട്ട് ഭരിച്ചു എന്ന് പറയാണ്. ഉല്ലസിച്ചു എന്നാണ് വെച്ചിരിക്കുന്നത്. കാരണം ആരുടെ പ്രൊട്ടക്ഷനുണ്ട്? ഈ വാമനമൂർത്തിയുടെ പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ എന്ത് ചിന്തിക്കാൻ ആവശ്യമുണ്ട്? അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ സുഖമായിട്ട് വാണരുളി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 26, 27 ബ്രഹ്മാവ്, ശിവൻ, രുദ്രൻ, ഭൃഗു, ഋഷി, വസിഷ്ഠ, മറ്റു ദേവതകള്, വിദ്വാൻമാര്, പിന്നെയോ എല്ലാ വിമാനചാരികൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെല്ലാം വിഷ്ണുവിൻ്റെ മഹത്തരവും ആശ്ചര്യകരവുമായ പ്രവൃത്തിയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അവരവരുടെ ആസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ പോകുന്ന പോക്കിൽ അതിഥിയെയും പ്രശംസിച്ചു. ഇനി 28 പരീക്ഷിച്ചത് രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ശ്രോതാക്കളുടെ പാവം തീർക്കുന്ന വാമനമൂർത്തിയുടെ അവതാര കഥ ഞാൻ മുഴുവനും വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി 29 പറയുകയാണ്. 29 വിഷ്ണുവിൻ്റെ മഹിമകൾ പൂർണ്ണമായി മനസ്സിലാക്കാവുന്ന മനുഷ്യൻ ഭൂമിയിലെ അണുതരിയുടെ എണ്ണം കണക്കാക്കിയവനാണ്. ആരെങ്കിലും വിഷ്ണുവിൻ്റെ, അതായത് വിഷ്ണു എന്ന് പറയുന്നത് ഈ നിലയിലുള്ള വിഷ്ണു അല്ല, ശ്രീഹരി അല്ലെങ്കിൽ ഏകമായ ബ്രഹ്മം, ആ ഏകമായ ബ്രഹ്മത്തെ മഹത്വം മനസ്സിലാക്കുക എന്നാണ്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കും? ഈ പ്രപഞ്ചത്തിലെ എല്ലാ അണു എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ, സാധാരണക്കാരൻ ആറ്റായിട്ട് എടുക്കുകയൊന്നും വേണ്ട, മൺതരിയായിട്ട് എടുത്താൽ മതി. ഈ ഭൂമിയിലുള്ള മൺതരി എല്ലാം മുന്നിൽ തീർക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിഷ്ണുവിൻ്റെ മഹിമ മുഴുവൻ, അല്ലെങ്കിൽ ആ ശ്രീഹരിയുടെ മഹിമ മുഴുവൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ജനിച്ചവനോ ജനിക്കാൻ കിടക്കുന്നോ ആരെങ്കിലും ഇവിടെയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരും തന്നെ ഇവിടെയില്ല. ജനിച്ചവരുമില്ല, ജനിക്കാൻ പോകുന്നവരുമില്ല എന്ന് ആര് പറയുന്നു? വസിഷ്ഠൻ പറഞ്ഞിരിക്കുന്നു. ഇനി 30 ദേവന്മാർക്ക് ദേവനായ മഹാവിഷ്ണുവിൻ്റെ ഇപ്പറഞ്ഞ അവതാര കഥ കേൾക്കുന്നവർ സൽഗതിയെ പ്രാപിക്കാറ്. പിന്നെ അവസാനം പറയുന്നത് ഇങ്ങനെയല്ലെന്ന്. ഇനി 31 പറയാണ്, ദേവപ്രീതി, പിതൃപ്രീതി, മനുഷ്യപ്രീതിക്ക് ഇങ്ങനെ ഏത് കാരണത്തിനു വേണ്ടിയും എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഈ വാമനചരിതം കീർത്തിപ്പെടുത്തുന്നതായാൽ ആ കർമ്മം അവർക്ക് കുറ്റമറ്റതായി തീരും. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം പൂർണ്ണമാകണ്ടെങ്കിൽ ഈ വാമനകഥ കീർത്തിച്ചുകൊണ്ട് ചെയ്യുക. അതോടെ അധ്യായം കഴിയുന്നു.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാബലി 3 ലോകങ്ങളും കീഴടക്കി ഭരിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് ഭാഗവതം പറയുന്നത്. 3 ലോകങ്ങളും, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമല്ല. സർവവും കീഴടക്കി ഭരിച്ച വ്യക്തിയായിട്ടാണ് മഹാബലിയെ പറയുന്നത്. അതേസമയം തന്നെ ഈ കഥ എന്നത് പ്രപഞ്ചമുണ്ടാകുന്നതിന് വരെയുള്ള കഥയാണ്. അതായത് പ്രപഞ്ചം 14 ലോകങ്ങൾ ഉണ്ടാകുന്നവരെയാണ്. അതിൻ്റെ ശേഷമാണ് മനുഷ്യരും ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ചരിത്രം പറയുന്നത്. അത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വാമനം കഴിഞ്ഞാൽ പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ അത് പോകുന്നു, ആ അവതാരങ്ങൾ. അപ്പോൾ ഭൂമിയിൽ മനുഷ്യർ ഭരിക്കുന്ന കാര്യമൊന്നും ഇതിൽ വരുന്നില്ല. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് അവസാനത്തെ സ്റ്റേജാണ്. അതായത് ഇലക്ട്രോൺ ആയാലും ആറ്റത്തിന് ചുറ്റിലും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ പോലെ നക്ഷത്രങ്ങൾക്ക് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്ന അവസാനത്തെ സ്റ്റേജ്. ഇതാണ്. അല്ലാതെ അതിൻ്റെ ശേഷമാണ് മനുഷ്യരും ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള കഥ പറയുന്നത്. പക്ഷേ നമ്മൾ ഓണം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ പറയുന്നത് പണ്ട് കേരളത്തിലൊരു മഹാബലി ഭരിച്ചിരുന്നു എന്നാണ്. കേരളത്തിൽ ഭരിക്കുക എന്ന് പറയുന്നത് 3 ലോകങ്ങളും ഭരിക്കുക എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് കേരളം പണ്ടൊരു മഹാബലി ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ പന്തികേടുണ്ട്. അതേസമയം ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതിൽ നിന്നും നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. ഈ കഥകളിൽ ഭാഗവത കഥയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മളെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ 3 ലോകങ്ങളിലെയും ഭരിച്ച മഹാബലിയെ കേരളം ഭരിച്ചതായിട്ട് ചിത്രീകരിച്ചു. അല്ല, ഇന്ത്യ മുഴുവൻ ഭരിച്ചതാണെങ്കിൽ ഈ മഹാബലിയുടെ കഥ എവിടെ വേണം? ഇന്ത്യ മുഴുവൻ വേണം. അതില്ല, കേരളത്തിൽ മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം കഥകളിൽ പിൽക്കാലത്ത് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിലയും കൂടി അതും കൂടി നമ്മളൊന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഭാഗവതവും പുരാണ കഥകളും ഇന്ന് അല്ലെങ്കിൽ വേദങ്ങൾ തന്നെ ഇന്ന് അതേ രൂപത്തിലൊന്നുമല്ല നമ്മളെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതിലെല്ലാം പല മാറ്റങ്ങളും വന്നുകൊണ്ടാണ് മനസ്സിൽ നമ്മൾ വേറൊരു തരത്തിലെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത അധ്യായമാണ്.